ഗുഡ് മോർണിംഗ്. വെൽക്കം ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. പിന്നെ നമ്മുടെ 19th ഡേ ആണ്. ആസ് പെർ പ്ലാൻ നമ്മൾ ഹോംലിംഗ്ല പാസിലൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കേണ്ട ദിവസം. ഹയസ്റ്റ് മോട്ടറബിൾ റോഡ്സിലൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ ആയിരിക്കേണ്ടത്. പക്ഷെ നമ്മളിവിടെ ഇന്നലത്തെ ചില സാഹചര്യങ്ങൾ മൂലം നമ്മളിപ്പോൾ തിരിച്ച് ലേയിലെത്തിയിരിക്കുന്നു. കിടക്കയിൽ ഇങ്ങനെ മൂടി പൊതിഞ്ഞിരിക്കുകയാണ്. സത്യം പറയണമെങ്കിൽ ലേയിൽ തിരിച്ചെത്തിയപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്കത്ര അതായത് ഒരു ബ്രെയിൻ ഫോഗ് പോലെ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല അത്രയും പ്രശ്നമാണെന്ന്. നമുക്ക് എന്ന് പറയും. പക്ഷെ ഇവർ പറഞ്ഞു പിന്നെ അവിടുത്തെ മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് മിലിറ്ററി പോസ്റ്റിൽ ഓക്സിജനൊക്കെ തന്നപ്പോൾ അവർ പറഞ്ഞു പോകരുത്, അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്, ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. റീസെൻ്റായിട്ട് പോലും ഓക്സിജൻ ഈസ് എവരിതിങ് എന്ന് നമുക്ക് മനസ്സിലാവണം. പിന്നെ അവർ പറഞ്ഞു നന്നായിട്ട് വെള്ളം കുടിക്കണം, 5-6 ലിറ്റർ വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. വാട്ടർ ഈസ് എലിക്സിയർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് ലഡാക്കിൽ. അതവർ കുറച്ച് നേരം നിങ്ങളെല്ലാവരോടും പറയണം. ലഡാക്കിൽ വരുമ്പോൾ നമ്മൾ വെള്ളം കുടിച്ച് പോകണം, എന്നാൽ മാത്രമേ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ വെള്ളം കുടിച്ചിരുന്നില്ല. ഭയങ്കര തണുപ്പാണ്, വെള്ളവും തണുപ്പാവും. അപ്പോൾ നമുക്ക് അങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം ഉണ്ടായത്. പിന്നെ ഡയമോക്സ് കഴിച്ചപ്പോൾ ഞാൻ ശ്രീനഗറിൽ നിന്ന് വരുമ്പോൾ തന്നെ എല്ലാവരും 3 ദിവസം ഡയമോക്സ് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കഴിച്ചപ്പോൾ ഭയങ്കര പ്രശ്നവും വോമിറ്റിംഗ് ഒക്കെ ആയല്ലോ. അതുകൊണ്ട് ഞാനത് നിർത്തിയായിരുന്നു. അതും ഒരു കാരണമാവാം. എന്തായാലും ഇങ്ങനെയൊക്കെ ആയി. ഇന്നിപ്പോൾ ലേയിൽ നമ്മളൊരു റെസ്റ്റ് ഡേ എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല വ്യൂ ഒക്കെ കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൈഡായിട്ടുള്ള വിൻഡോസ് ഒക്കെ ഉണ്ട്, നല്ല വ്യൂ കണ്ട് ഇരിക്കാം. അപ്പോൾ ഓക്സിജൻ ലെവൽസൊക്കെ ഇന്നലെ ഒരു 60 വരെ താന്നു പാങ്കോങ്ങിൽ വെച്ച്. പാങ്കോങ് എത്ര ഹൈറ്റാ? 14,500. 14,500. നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് അങ്ങോട്ട് ശരിയാവണില്ല. എനിക്ക് ഇവർക്കൊന്നും കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ മെഡിക്കൽ എയ്ഡ് എടുത്തു. പിന്നെ തിരിച്ചു പോരാം എന്ന് വെച്ചു. അവിടെ മെഡിക്കൽ എയ്ഡ് എടുത്തു. അതുകൊണ്ട് അവിടെ നിന്ന് 2 മണിക്കൂർ വീണ്ടും മേലേക്കുള്ള റൂട്ടിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും പ്രശ്നമായി. അപ്പോൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷേ അത് കുറച്ച് ഫുഡിനേക്കാളും കൂടുതൽ പിന്നെ അവിടുത്തെ ഒരു റൂമിൽ ഓപ്പൺ ചെയ്ത് തന്നവർ നമുക്ക് വേണ്ടി അമ്മയുടെ കിടന്നു. കുറച്ച് നേരം നെബുലൈസ് ചെയ്തു, ഓക്സിജൻ സിലിണ്ടർ അടിച്ചു. ഒരു സിലിണ്ടർ കഴിഞ്ഞു, അടുത്ത് പൊട്ടിച്ചു. അപ്പോൾ അവിടുത്തെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഈ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങോട്ടും പോകണ്ട, തിരിച്ച് ലേക്ക് തന്നെ വിട്ടോ, അതിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുള്ള മൂഡിലൊക്കെ അവർ സംസാരിച്ചത് അവർ. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇനി ഇങ്ങോട്ടില്ല, നേരെ നമുക്ക് അവിടെ നിന്ന് ലേക്ക് ഒരു 5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു നമ്മൾ എത്തിയ പോയിന്റിൽ നിന്ന്. പക്ഷെ നമ്മളത് 250 കിലോമീറ്റർ. അപ്പോൾ തന്നെ അവിടെ നിന്ന് വണ്ടി തിരിച്ചു. നല്ല പടപടച്ച് തിരിച്ച് 8 മണി 8:15 നമ്മൾ തിരിച്ച് ലേക്ക് എത്തി. എന്നിട്ടാണ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പിന്നെ പോയത്. ഓസ്റ്റിൻ കഷ്ടപ്പെട്ടുന്നല്ലേ അല്ലേ? 8 മണിക്കൂർ. ഈ ടെറൈൻ ഒരു ജാതിയാണല്ലോ ലഡാക്കിലെ. ഇവിടെ ട്രീസ് ഇല്ല, തീരെ മരങ്ങളോ പച്ചപ്പും ഇല്ല, കണ്ടുല്ലോ. അതാണ് ഇവിടെ ഓക്സിജൻ എത്ര കുറവ്. ഇപ്പോൾ മണാലി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഉയരം കൂടിയാലും പച്ചപ്പുള്ള കാരണം നമുക്ക് ഇത്ര ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി തോന്നില്ല. അപ്പോൾ ഇവർ നമ്മുടെ ഹോം സ്റ്റേയുടെ ഹോസ്റ്റും ഒക്കെ മിലിറ്ററിയുടെ ആളും ഒക്കെ പറയായിരുന്നു, നിങ്ങൾ അങ്ങനെ വ്ളോഗ് ചെയ്യുമ്പോൾ പറഞ്ഞോളൂ, ലഡാക്ക് വരുന്നവരൊക്കെ വെള്ളം കുടിക്കുക, ഓക്സിജൻ കീപ്പ് ചെയ്യുക, എപ്പോഴും ഡീപ്പ് ബ്രീത്ത്, എപ്പോഴും നമ്മളിങ്ങനെ ഡീപ്പ് ബ്രീത്ത് ചെയ്ത് പരമാവധി ഓക്സിജന്, അങ്ങനെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ കുറവാണ്, അപ്പോൾ നമ്മൾ പരമാവധി ഇങ്ങനെ വലിച്ച് കയറ്റിക്കൊണ്ട് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പാങ്കോങ് വരെ എത്തി എന്നുള്ളൊരു സന്തോഷമുണ്ട്. ബാക്കിയൊക്കെ ഇനി എപ്പോഴെങ്കിലും. അപ്പോൾ ഇനി ലേയിലൊന്ന് വിശ്രമിച്ച് നല്ല സുഖമുണ്ട്. ഇന്നലത്തെ ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഭയങ്കര വ്യത്യാസമായി. പക്ഷെ ഒരു ആൻറ്റിബയോട്ടിക് ഉൾപ്പെടെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് പക്ഷെ വേറൊരു കാര്യം, നമ്മളുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ മണാലി ഓപ്പൺ അല്ല. അപ്പോൾ നമ്മൾ ശ്രീനഗർ വഴി തന്നെ തിരിച്ചു പോകണം. നമ്മൾ ശ്രീനഗറിലേക്ക് പോകണില്ല, ശ്രീനഗർ നിൽക്കണില്ല. നമ്മൾ ഇവിടുന്ന് നാളെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെയാണ് ഇവിടെ എത്തുള്ളായിരുന്നു. നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഇന്നും ലിംഗ്ല കഴിഞ്ഞ് ഹാൻലിയിൽ നിന്ന് കുറച്ച് സ്ഥലങ്ങൾ കണ്ട് അവിടെ കുറച്ച് നല്ല മൊണാസ്ട്രികളൊക്കെ ഉണ്ട്. അത് കണ്ട് നമ്മൾ നാളെയാണ് ലേയിലെത്തുള്ളായിരുന്നു. പക്ഷെ നമ്മൾ ഇന്നലെ എത്തി. അപ്പോൾ നമുക്ക് ഒരു ദിവസം എക്സ്ട്രാ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇന്ന് മൊത്തം റെസ്റ്റ്,
എന്നിട്ട് നാളെ പുലർച്ചെ ഇറങ്ങണം. അപ്പോഴും 1 ഡേ നമ്മൾ അഡ്വാൻസ് ആയി. അപ്പോൾ ചില ബുക്കിങ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ടൂറിസ്റ്റ് സീസണായ കാരണം ഹോട്ടൽസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഒരു റൂട്ട് പ്ലാൻ ഒന്ന് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ 1 ഡേ നമുക്ക് ആക്സസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് വേറെ എവിടെ യൂട്ടിലൈസ് ചെയ്യില്ല. മിക്കവാറും നമ്മുടെ മൊത്തത്തിൽ കട്ട് ഷോട്ട് ചെയ്ത ഒരു ദിവസം ഷോർട്ടാക്കും. അതിന് ഇനി വേറെ സ്ഥലം ഇൻക്ലൂഡ് ചെയ്ത് അതിലേക്കുള്ള റൂട്ട് അതൊക്കെ പ്ലാൻ ചെയ്യണേക്കാളും നല്ലത് നോക്കാം. ഞാനൊന്ന് ഉഷാറായില്ലോ, അപ്പോൾ നമുക്ക് നോക്കാം. വന്ന സ്ഥലത്തുള്ളത് മുഴുവൻ കാണണ്ടേ? അപ്പോൾ നമുക്ക് നേപ്പാളിക്കൊക്കെ ഒന്ന് കിടക്കാൻ ലക്നൗവിൽ നിന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിന് എന്ത് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്ത് സെറ്റാക്കിയിട്ട് നാളെ ഒരു 6 മണിക്കെങ്കിലും ഇറങ്ങാം. നാളെ 6 മണിക്ക് ഇറങ്ങുന്നു വേണ്ട 7 മണി 7 മണിക്കൂർ ട്രാവലുള്ളൂ. സോനമാർഗ് അതൊക്കെ പോയാൽ മതി. 7 മണിക്ക് ഇറങ്ങാം. 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ. മണാലി ഓപ്പൺ ആണെങ്കിൽ രസമായിരുന്നു. നല്ല സീനിക് ഡ്രൈവ് ആണ്. പക്ഷെ മണാലി ഓപ്പൺ ആണ്, പക്ഷെ അത് സൺഡേസും വെനസ്ഡേസും മാത്രമേ ആ വഴി പോവുള്ളൂ. സൻസ്കാർ എന്ന് പറഞ്ഞൊരു വില്ലേജിൽ കൂടെ ഒരു റൂട്ട് ഉണ്ട്. 540 കിലോമീറ്റർ ഉണ്ട് ലേന്ന് അങ്ങോട്ട്. പക്ഷെ റോത്താങ് തുറന്നിട്ടില്ല, റോത്താങ് പാസ്. അപ്പൊ ഈ സൻസ്കാർ വഴിയുള്ള റൂട്ട് സൺഡേ വെനസ്ഡേ മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ ആസ് ഓഫ് നൗ. ഇന്നാണ് സൺഡേ. ഇന്നെന്തായാലും നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല. പിന്നെ വെനസ്ഡേ ഉള്ളു. അപ്പം എന്തായാലും നമ്മൾ തിരിച്ച് സോനമാർഗ് ലേന്ന് സോനമാർഗ് പോവും. പിന്നെ സോനമാർഗിൽ നിന്ന് പത്തൻകോട്ട് ഇനി ശ്രീനഗറിലേക്ക് നിർത്തണമൊന്നുമില്ല. ശ്രീനഗർ ഓൾറെഡി നമ്മൾ 2 ദിവസം നിന്നതാണ്. അപ്പോൾ ഇനി അവിടെ ഒരു ഹോൾട്ടില്ല. സോനമാർഗ് പത്തൻകോട്ട് പിന്നെ അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. പിന്നെ വരുന്ന എക്സ്ട്രാ ദിവസം നേപ്പാളിൽ നോക്കുകയാണെങ്കിൽ നേപ്പാൾ നോക്കും. സമയം കിട്ടുകയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ അപ്പം അങ്ങനെ നമുക്കിനി കാണാം. ഇന്നിപ്പോൾ വേറെ ഔട്ടിംഗ് ഒന്നുമില്ല. സോ ടേക്ക് റെസ്റ്റ്, യൂട്യൂബ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഉച്ചയായപ്പോഴേക്കും നല്ലൊരു സുഖം തോന്നുന്നുണ്ട്. ജോൺസൺ എല്ലാ ക്ലോത്ത്സും നമ്മുടെ വിൻ്റർ ക്ലോത്ത്സൊക്കെ കോട്ടുകളും ഷോൾസും ഒക്കെ നല്ല വെയിലത്തിട്ട് ഉണക്കി എടുത്തു വയ്ക്കാനായിട്ടുള്ള ഏർപ്പാടിലാണ്. നല്ല വെയിലാണ്, നല്ല ചൂടുള്ള വെയിൽ. ഗെറ്റിംഗ് ദ ബെസ്റ്റ് ഓഫ് ദ സൺഷൈൻ. ഈ മലകൾ ഇങ്ങനെ നോക്കി ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു രസമാണ്. ഓക്സിജനും കൂടി ഉണ്ടെങ്കിൽ ലഡാക്ക് നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു സ്ഥലമായിരിക്കും ശരിക്കും. പിള്ളേർ വണ്ടി വാക്യൂം ചെയ്ത് ക്ലീനപ്പ് ചെയ്യാണ്. സോ ഒരു റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ ഡേ ശരിക്കും നന്നായി യൂട്ടിലൈസ് ചെയ്യാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ്, ഗോപ ഹോം സ്റ്റേ. വണ്ടിയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓസ്റ്റിനൊന്ന് റൗണ്ട് ചെയ്തിട്ട് വരാം, ലേ സിറ്റി ഒന്ന് കറങ്ങിയിട്ട് കുറച്ച് KFC മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. ഒരു ദിവസം അങ്ങനെ ഓടിക്കാണ്ടിരിക്കാൻ വിഷമമായിട്ടാവും. എല്ലാ ദിവസവും ഇങ്ങനെ അടിച്ച് മിന്നിച്ച് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പോയി വരട്ടെ. നമുക്കിങ്ങനെ ഈ പച്ചപ്പിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ലേ സിറ്റിയിലുള്ള പച്ചപ്പ് ആണ് ശരിക്കും ഒരു കംഫർട്ടിങ് ആയിട്ടുള്ളൊരു ഇത്. കൊതിയോടെ കാത്തു നിൽക്കുന്ന തങ്കു. കുടിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ആ വരണ KFC മുഴുവൻ തട്ടാൻ. ഞാൻ കഞ്ഞി ഓർഡർ ചെയ്തിട്ടുണ്ട്. കഞ്ഞി എന്താണെന്ന് തുണികളൊക്കെ അവിടെ വീഴ്ത്തിട്ടുണ്ട്. പൊടിയും ഒരു തണുപ്പൊക്കെ ഉണ്ടല്ലോ. ഒന്ന് ചൂടായി ഉഷാറാവട്ടെ. പറ്റിയില്ല. സോനമാർഗിലൊക്കെ വേണം. എനിക്ക് വേണം. ഞാനും ഈ ചൂടൊക്കെ അടിച്ചിങ്ങനെ ഉഷാറായിക്കൊണ്ടിരിക്കുന്നു. കഞ്ഞി എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു 15 മിനിറ്റ് എടുത്തു. എന്നാലും വരുമായിരിക്കും ശരിക്കും കഞ്ഞി. ഇതൊരു സൗകര്യമുള്ളത് ജനലേ കൂടെ കിടക്കാം, ഫ്രഞ്ച് വിൻഡോസ് ആയ കാരണം. എന്തായാലും കഞ്ഞിയായിട്ട് തന്നെയാണ് ഡോൾമ നമ്മുടെ ഹോസ്റ്റ് ഉണ്ടാക്കി തന്നത്. അപ്പോൾ സ്വാമിക്ക് സാമ്പാർ, എനിക്ക് ചിക്കൻ കറി എന്ന് പറഞ്ഞ പോലെ കഞ്ഞിയും KFC ആയിട്ടൊരു പിടുത്തം. ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് നേരം കൂടി റൂമിൽ റിലാക്സ് ചെയ്തിട്ട് പിന്നെ 5 മണിയായപ്പോൾ പുറത്തുനിന്ന് ഇരുന്നു. നല്ലൊരു രസകരമായൊരു ഈവനിങ്. നമുക്കിങ്ങനെ നമ്മുടെ റോഡ് ട്രിപ്പിൻ്റെ ഒരു ശൈലി കാരണം പൊതുവേ നമ്മുടെ ലോങ് റോഡ് ട്രിപ്പുകളിൽ ഇങ്ങനെ ഇരിക്കാനൊരു സമയം കിട്ടാറില്ല. ഇപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നം കാരണം നമ്മളിങ്ങനെ ഇരുന്നപ്പോഴാണ് ഒന്ന് റിലാക്സേഷൻ ടൈം കിട്ടുന്നത്. ലൈഫിൽ അങ്ങനെ തന്നെയാണല്ലേ, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ തട്ട് കിട്ടുമ്പോൾ വി ജസ്റ്റ് പോസ്, ലുക്ക് അറൗണ്ട്, റിലാക്സ് ആൻഡ് സീ ലൈഫ് ഇൻ ദ ഹോൾനെസ്. അതാണ് ലേയിലെ 6 o'clock സൺ. ഭയങ്കര ബ്രൈറ്റാണ്, നല്ല ചൂടാണ്, നേരിട്ട് കൊള്ളുമ്പോൾ പൊള്ളും.
അതേസമയം മഞ്ഞുമലകൾ അങ്ങനെ അകലെ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ നല്ല അടുത്ത് കൂടെ പോയത്. ഇനി നാളെയും പോവും. നാളെ നമ്മൾ തിരിച്ച് പോകുമ്പോൾ സോജില പാസ് വഴി സോനാമാർഗ് വഴിയാണ് പോകുന്നത്. മണാലി ഹൈവേ ഓപ്പൺ അല്ല. അപ്പോൾ എന്തായാലും റെസ്റ്റ് ഡേ നന്നായി. ഐ എം ഫീലിംഗ് മച്ച് ബെറ്റർ. അവിടെ തങ്കുതേ കാറൊക്കെ തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഉണങ്ങാനിട്ട സാധനങ്ങളൊക്കെ മടക്കി ഇനി അതൊക്കെ പാക്ക് ചെയ്ത് താഴേക്ക് വിടുകയാണ്. ലഗേജിൻ്റെ ഏറ്റവും താഴേക്ക്. തണുപ്പ് കഴിയാണല്ലോ. അപ്പോൾ ഇന്നൊരു ഏർലി ഡിന്നറൊക്കെ കഴിച്ച് ഇവിടെ ഇനിയും കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഒരു എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നൈസ് പ്ലേസ് ആക്ച്വലി. ഗോബ ഹോം സ്റ്റേ. റെസ്റ്റ്, റിലാക്സ് ആൻഡ് റീപാക്ക്. അത് റോഡ് ട്രിപ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തവണ നമ്മളത് പല പ്രാവശ്യം ചെയ്യേണ്ടി വരുന്നുണ്ട് കഴിഞ്ഞ തവണത്തെക്കാളും അല്ലേ? കൂടുതൽ തവണ ചെയ്തു. എന്താ അത്? എന്താണാവോ? അങ്ങനെ എന്തായാലും നന്നായി റീപാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റാനായിട്ട് കൊണ്ടുപോവാണ്. വൈകുന്നേരം ആവണതിന് മുമ്പ്, ഇരുട്ട് ആവണതിന് മുമ്പ് അതൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഞാൻ വരണ തങ്കു. ഇവിടെ നല്ലൊരു കാര്യം, ഇവർ നന്നായിട്ട് സോളാർ എനർജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹീറ്റേഴ്സ് മാത്രമല്ല, കുറച്ച് ബാക്കപ്പും ഒക്കെ അങ്ങനെ. കാരണം ഇലക്ട്രിസിറ്റി ഇവിടെ ഡിപ്പെൻഡബിൾ അല്ല. പെട്ടിച്ചോന്ന് ക്ഷീണിച്ചാ? തങ്കു നമ്മുടെ കർണം മല്ലേശ്വരി അല്ലേ? അങ്ങനെ റീപാക്കിംഗ് ആൻഡ് റീലോഡിങ് ഓഫ് ലഗേജ്. അത് കഴിഞ്ഞാൽ നല്ല ചൂടുവെള്ളത്തിലൊരു കുളി പാസ്സാക്കണം. മേല് മാത്രമേ കഴുകണുള്ളൂ ഒന്ന്. കാരണം എൻ്റെ ഒരു ചെസ്റ്റ് കഞ്ചക്ഷനൊന്നും ഇവിടെ ആയിട്ടില്ല. പക്ഷേ വളരെ ഭേദമായി. ഇന്നത്തെ അവസ്ഥ ഒരു ഭീകരമായിരുന്നു എന്നിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ബ്രെയിൻ ഫോഗായിരുന്നു. 8 മണിക്ക് ഡിന്നർ കിട്ടും. മറ്റേ വേഗം ഉറങ്ങാം. ചിക്കൻ റോസ്റ്റ്, മഷ്റൂം മസാല, സാലഡ്, ജീര റൈസ് എല്ലാം ഉണ്ട്. നൈസ് ഡിന്നർ. വേഗം വന്നിരുന്നോളൂ. ആ റൊട്ടിയുമായി So see you tomorrow. Good night from FTT. Stay tuned.